ഹായ്, നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് സ്ഥിതിവിവര കണക്കിലെ കാര്യങ്ങളാണ്. അപ്പോൾ അതിനകത്ത് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. അപ്പം ഇതിനകത്ത് ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ്, ലോങ് ജമ്പ് പരിശീലനത്തിൽ അഹിരത് ചാടിയ ദൂരങ്ങൾ എങ്ങനെയാണ്? ഇപ്പോൾ ദൂരമെല്ലാം എന്താ മീറ്ററിലാണ് തന്നിരിക്കുന്നത്. ദൂരം തന്നിട്ടുണ്ട് 6.10, 6.20, 6.18 അങ്ങനെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവയുടെ മധ്യമവും മാധ്യവും കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുക. അപ്പം നമുക്കറിയാം മാധ്യം കണ്ടുപിടിക്കുന്നത് ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് അതിൻ്റെ എണ്ണം കൊണ്ട് ഹരിക്കുമ്പോഴാണ് മാധ്യം കിട്ടുന്നത്. ആ സ്ഥാനത്ത് മധ്യമം അതിനെ ആരോഹണ ക്രമത്തിൽ എഴുതിയിട്ട് അസെൻഡിങ് ഓർഡറിൽ എഴുതിയിട്ട് നടുക്ക് വരുന്ന നമ്പറാണ് മധ്യമമായിട്ട് വരുന്നത്. അപ്പം നടുക്ക് 2 നമ്പർ ഉണ്ടെങ്കിൽ, അതായത് ഇവൻ നമ്പർ ആണെങ്കിൽ, ഇരട്ടസംഖ്യയാണെങ്കിൽ, ഒറ്റസംഖ്യയാണെങ്കിലല്ലേ ഒരെണ്ണമായിട്ട് നടുക്ക് വരുള്ളൂ. അപ്പോൾ ഇരട്ടസംഖ്യ ആണെങ്കിൽ നടുക്ക് 2 പേര് വരും. ആ 2 പേരെ തമ്മിൽ കൂട്ടിയിട്ട് അതിൻ്റെ പകുതി കാണുവാണ് വേണ്ടത്. അപ്പോൾ നമുക്കാദ്യം ആരോഹണ ക്രമത്തിൽ എഴുതിയിട്ട് നമുക്ക് ആ രീതിയിൽ മധ്യവും കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം ഇതിലെ ഏറ്റവും ചെറുത് അതാന്ന് നോക്കണം. ഏറ്റവും ചെറുത് 6.10. അതിൻ്റെ നേരെ അടിയിൽ തന്നെ 6.10 തന്നെ എഴുതും. അപ്പോൾ ഈ ദശാംശം എല്ലാം ഒരുപോലെ താഴെ വരണം. എന്നിട്ടാണ് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ എളുപ്പമുള്ളത്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതിൻ്റെ പിന്നെ അടുത്ത് വരുന്നത് 6.15, 6.18, പിന്നെ 6.20. അപ്പോൾ ഇങ്ങനെയാണ് ഉള്ളത്. ഇനി ഇത് എല്ലാം കൂടെ കൂട്ടണം. അപ്പോൾ ഇവിടെ നോക്കിക്ക് എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8 പേരുണ്ട്. അപ്പോൾ ഇതിൻ്റെ നടുക്ക് വരുന്ന നമ്പർ ഏതാണ് വരുന്നത്? ഇവിടെ 3 ഇവിടെ 3. അപ്പോൾ നടുക്ക് വരുന്ന ഇവർ 2 പേരുമാണ് നടുക്ക് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് അതിൻ്റെ പകുതി കാണുമ്പോഴാണ് നമുക്ക് എന്താ കിട്ടുന്നത്? പകുതി കാണുമ്പം മാധ്യം കിട്ടും. അപ്പോൾ ഇവിടെ മധ്യമം കാണണം. അപ്പോൾ ഇതെല്ലാവരും കൂടെ തമ്മിൽ കൂട്ടണം. അപ്പോൾ 6 എല്ലാവരും കൂടെ കൂട്ടുമ്പോൾ ഇവിടെ 49.39 കിട്ടി. എന്നിട്ട് എന്ത് ചെയ്യണം? ടോട്ടലാണ് കിട്ടിയത്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് മാധ്യമാണ്. അപ്പോൾ മാധ്യമം എന്ന് പറയുമ്പോൾ എന്താ? ആകെ തുക ബൈ എണ്ണം ആണ്. ഇവിടെ തുക നമുക്ക് കിട്ടി 49.39 ഡിവൈഡഡ് ബൈ എണ്ണം എത്ര ഉണ്ട്? 8 എണ്ണം. ആൻസർ 6.174 എന്ന് കിട്ടും. ഇതാണ് മാധ്യം. ഇനി മധ്യമം കാണണം. മധ്യമം ഇതെന്താണ്? ഈ 6.18 പ്ലസ് 6.20 തമ്മിൽ കൂട്ടണം. അപ്പോൾ ഇത് തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത്, ഇത് രണ്ടുപേരും തമ്മിൽ കൂട്ടുമ്പോൾ 12.38 ഡിവൈഡഡ് ബൈ 2. ആൻസർ 6.19. ഇതാണ് മധ്യമം. അപ്പോൾ ഇവിടെ എന്താണ്? ഇവ തമ്മിൽ വലിയ വ്യത്യാസമില്ല. എന്തുകൊണ്ടാണ്? ഇവിടുത്തെ
ദൂരങ്ങളൊക്കെ വളരെ അടുത്തടുത്തുള്ള ദൂരങ്ങളാണ് ചാടിയിരിക്കുന്നത്. അതായത് ലോങ് ജമ്പിൽ ചാടുന്നല്ലേ. അപ്പോൾ ആദ്യം 6.10 2 പ്രാവശ്യമുണ്ട്, പിന്നെ ഒരിച്ചിരി കൂടെ കൂടുതൽ വെച്ച് അങ്ങനെ കുറച്ച് വീതമേ കൂടിയേക്കുന്നത്. ആ ഒരു അധികം വ്യത്യാസം ഇല്ലാത്തത് കൊണ്ടാണ് മധ്യമവും എന്താണ് വലിയ വ്യത്യാസമില്ലാത്തത്. ഓക്കെ, ഇനി വേറൊരു രീതിയിൽ വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നേരത്തെ കുറച്ച് ഇതായിട്ടാണെങ്കിൽ കുറേ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കിന് എന്താണ് ചെയ്യേണ്ടതെന്ന് അപ്പം കുറേ കാര്യങ്ങൾ ഇങ്ങനെ വന്നിരിക്കുകയാണ്. 3 പേർക്കുണ്ട്, 11,000 7 പേർക്കുണ്ട്, 12,000 8 ഉണ്ട്. അപ്പോൾ ഇവയെല്ലാം ഇങ്ങനെ നീളത്തിൽ എഴുതിയിട്ട് അതിൻ്റെ നടുക്ക് ഉള്ളത് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഏതാണ് 12ാമത് വരുന്നതെന്ന് നമുക്കൊരു ബുദ്ധിമുട്ട് വരില്ലേ. അപ്പം അത് എളുപ്പത്തിൽ ചെയ്യുന്നത് എങ്ങനെയാണ്. അപ്പം നമുക്കറിയാം 25 കുടുംബങ്ങളുണ്ട് ടോട്ടൽ. അപ്പോൾ 25ൻ്റെ മധ്യത്തിൽ വരുന്ന നമ്പർ ഏതാണ് ആദ്യം നോക്കാം. അപ്പോൾ എത്രാമത്തെ കുടുംബങ്ങളുടെ എത്രാമത്തെ ആളുടെ മാസവരുമാനമാണ് മധ്യമ മാസവരുമാനം, എത്രാമത്തെ കുടുംബത്തിൻ്റെ മാസവരുമാനമാണ് മധ്യമ മാസവരുമാനമായിട്ട് വരുന്നതെന്ന് ആദ്യം നോക്കാം. അപ്പോൾ ഇവിടെ 25 + 1, 25ൻ്റെ കൂടെ 1 കൂട്ടിയിട്ട് അതിൻ്റെ നേരെ പകുതി കാണുക. 25ൻ്റെ കൂടെ 1 കൂട്ടി 26ൻ്റെ പകുതി എന്ന് പറയുന്നത് എത്രയാണ്? 13 ആയിരിക്കും. അപ്പോൾ 13ാമത്തെ കുടുംബത്തിൻ്റെ മാസവരുമാനമാണ് മധ്യമ മാസവരുമാനം. അപ്പോൾ അത് നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ 13ാമത്തെ കുടുംബത്തിൻ്റെ മാസവരുമാനം എത്രയാണെന്ന് നമ്മൾ എഴുതുന്നു. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഈ ഒരു ടേബിളിനെ നമ്മൾ വീണ്ടും നമ്മൾ സ്വന്തമായിട്ട് വരച്ച് ഇതിനെ ഒന്ന് മോഡിഫൈ ചെയ്ത് ഇച്ചിരി മാറ്റിയിട്ട് വേറെ രീതിയിൽ നമ്മൾ ഇവിടെ എഴുതാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് എഴുതിയ വ്യത്യാസം വരുന്നുള്ളൂ. ഇത് ഇതുപോലെയൊക്കെ തന്നെ എഴുതുക. മാസവരുമാനം, പിന്നെ ടേബിളിലെ കാര്യങ്ങൾ എഴുതുക. എഴുതിയിട്ട് ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് 10,000 തന്നിരിക്കുന്നുള്ളവർ. 10,000 വരെ എത്ര കുടുംബങ്ങളുണ്ട്? 10,000 രൂപ വരെയുള്ള ഇത്. അപ്പോൾ 10 വരെ ആകുമ്പോഴത്തേക്കിന് അവിടെ 3 കുടുംബക്കാരാണ് 10,000 വരെ ഉള്ളവർ. അവർക്ക് മാസവരുമാനം 10,000 വരെയാണ്. അപ്പം കുറേ കുടുംബങ്ങളൊന്നും ഉണ്ടല്ലോ. അതുപോലെ 11,000 വരെ വരുമ്പോഴോ, ഇപ്പോൾ 10,000 വരെ 3 പേരുണ്ട്. അപ്പോൾ 11,000 വരെ എന്ന് പറയുമ്പോഴോ അതിൽ 10,000 പെടുമല്ലോ. അപ്പോൾ 1 രൂപ മുതൽ 11 രൂപ വരെ ഉള്ളവരെയാണ് 11,000 വരെ എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പോൾ 5 രൂപ വരെ അല്ലെ 5 സെൻറ്റിമീറ്റർ വരെ നീളമുള്ളത് ആരൊക്കെയാണ്, അല്ലെങ്കിൽ 5 അടി വരെ ഉയരമുള്ള കുട്ടികൾ ഏതൊക്കെയാണെന്നൊക്കെ നോക്കുമ്പോൾ എന്താണ്, അല്ലെങ്കിൽ പൊക്കം കൂടിയവർ ഒരു മിഡിൽ പോർഷനിൽ ഒരു നമ്മളിപ്പോൾ അടയാളം വെച്ചിട്ട് നമ്മൾ പറയും ഇതിനെക്കാട്ടിലും പൊക്കം കൂടിയ ആരാന്നൊക്കെ പറഞ്ഞ് ഇതാക്കും. ഇപ്പോൾ ഇവിടം വരെ ഒരു അടയാളം പഠിച്ചിട്ട് പറയാം ഇതിൽ കൂടുതൽ പൊക്കം ഉള്ളവർ ആരൊക്കെയാണ്, അപ്പോൾ എത്ര പേരുണ്ടെന്ന് നോക്കൂലേ. അപ്പോൾ ഇതാണ് അതിൻ്റെ ബോർഡർ ലൈന്. അതുപോലെ തന്നെ 11,000 ആണ് എൻ്റെ ബോർഡർ വരുന്നത്. അപ്പോൾ 11,000 കുറവ് എത്രയുണ്ടോ എന്ന് നോക്കണം. അതെല്ലാം ഈ 11,000 വരെ ഉള്ളവർ കൂട്ടണം. അപ്പോൾ 11,000 പേര് എത്രയാണ്? 11,000 രൂപ ഉള്ളവർ 7 പേരാണ്. 11,000 വരെ ആകുമ്പോഴത്തേക്കിനോ ഈ 3 കൂടെ കൂട്ടിയിട്ട് 7 3 10 എന്നെഴുതും. ഇനി അടുത്ത് 12,000 വരെ എന്ന് വരുമ്പോൾ ഈ 10ൻ്റെ കൂടെ ഈ 8 കൂടെ കൂട്ടും, 18. അടുത്ത് 13,000 വരെ ഈ 18ൻ്റെ കൂടെ ഈ 5 കൂടെ കൂട്ടും, 18 5. അടുത്ത 14,000 വരെ 23ൻ്റെ കൂടെ വീണ്ടും 5 കൂട്ടുന്നു.
ഇവിടെയാണ് ഇപ്പം 23-ൻ്റെ 19 23 ഏതാണെന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ 18 ഇവിടെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ